നമസ്കാരം, സ്വാഗതം മിഡ് ഈസ്റ്റ് അവറിലേക്ക്. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. കുവൈത്തിൽ വാണിജ്യ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾക്കെതിരെ കർശന നിയമം വരുന്നു. കരട് നിയമത്തിൽ നാടുകടത്തലടക്കമുള്ള ശിക്ഷകൾ. വാണിജ്യ മത്സരങ്ങളുടെ ഭാഗമായി തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങളും നിരോധിക്കും. 2024 പൂർണ്ണ ബജറ്റ് വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ട് സൗദി ധനമന്ത്രാലയം. ചെലവ് 1,37,400 കോടി റിയാൽ. ബജറ്റിൽ 11,506 കോടി റിയാലിന്റെ കമ്മി. ഒമാനിലെ മൊബൈലയിൽ വരുന്ന പുതിയ നഗരമായ സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സൈറ്റ് തയ്യാറാക്കൽ പൂർത്തിയായി. 5 പ്രധാന പാലങ്ങളുടെ നിർമ്മാണം തുടരുന്നു. ദുബായ് നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാൻ തുരങ്കപാത പ്രഖ്യാപിച്ചു. രുചിവൈവിധ്യങ്ങളുമായി ഖത്തർ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയ്ക്ക് തുടക്കം. 100-ലേറെ പ്രാദേശിക സ്റ്റാളുകൾ, 27 അന്താരാഷ്ട്ര റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവ നിരക്കും. മേള 10 ദിവസം നീണ്ടു നിൽക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗസ വെടിനിർത്തലിൽ പ്രതീക്ഷയുണർത്തി ബന്ദിമോചനം തുടരാൻ ഹമാസ് തീരുമാനം. കരാർ പ്രകാരം ശനിയാഴ്ച വിട്ടയക്കേണ്ട 3 ബന്ദികളെയും വിട്ടയക്കും. റഫ അതിർത്തി വഴി കൂടുതൽ സഹായ ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഓഫീസർമാരുടെയും യോഗം വിളിച്ചു. ഗസ ബുറൈജ് ക്യാമ്പിന് നേർക്ക് ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, വലിയ ആശങ്ക നിലനിന്നതായിരുന്നു. ഈ ശനിയാഴ്ചയിലെ ബന്ദി കൈമാറ്റം നടക്കാനുള്ള സാധ്യതയും വലിയ അനിശ്ചിതത്വത്തിലായതായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആശങ്കയുടെ കാർമേഘം മാഞ്ഞുപോയത്? ഈ ബന്ദിമോചനം എപ്പോഴായിരിക്കും നാളെ നടത്താൻ പോകുന്നത്? സഹായ ട്രക്കുകൾ കടത്തിവിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ എന്തു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടത്? ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് വരേണ്ടത്. കാരണം ഹമാസ് ഔദ്യോഗികമായി തന്നെ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ശനിയാഴ്ച കരാർ പ്രകാരം നടക്കേണ്ട 3 ബന്ദികളുടെ കൈമാറ്റം ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തങ്ങൾ നടത്തും. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ നീക്കം. അതോടൊപ്പം തന്നെ കരാറിലെ മറ്റു വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. അത് തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചില MCA, ഒരു നിമിഷം ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. ചെറിയൊരു സാങ്കേതിക പരിമിതിയുണ്ട്. ഗസ വെടിനിർത്തലിൽ പ്രതീക്ഷയുണർത്തിയാണ് ഇപ്പോൾ ബന്ദിമോചനം തുടരാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം ശനിയാഴ്ച വിട്ടയക്കേണ്ട 3 ബന്ദികളെയും വിട്ടയക്കും. അതേസമയം റഫ അതിർത്തി വഴി കൂടുതൽ സഹായ ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. MCA നാസർ തുടരുന്നുണ്ട്. MCA തുടരാം. സൈഫുദ്ദീൻ, ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മിക്കവാറും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയതാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇസ്രായേലിന്റെ സുരക്ഷാ സമിതി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും അത് ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. ട്രംപ് നിർദ്ദേശിച്ചതുപോലെ എല്ലാ ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടയക്കണം. അതല്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. പക്ഷെ നേരത്തെ രൂപപ്പെടുത്തിയ ആദ്യവട്ട കരാറിന്റെ ഭാഗമായിട്ടുള്ള ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം ഹമാസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ഇസ്രായേൽ അത്തരമൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും നടത്തിയ തിരക്കിട്ട ചില നീക്കങ്ങളാണ് ഹമാസിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടും ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നേരത്തെ കരാറിൽ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച 3 ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതോടുകൂടി അതിന് ആനുപാതികമായിട്ടുള്ള പലസ്തീൻ തടവുകാരെ തങ്ങളും കൈമാറാമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രായേൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച തന്നെ വിടണം എന്ന ട്രംപിന്റെയും ഇസ്രായേൽ നേതൃത്വത്തിന്റെയും ആ നീക്കം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അത്തരം പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ തങ്ങളെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുകയില്ല എന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണമാണെങ്കിൽ അതിനെ പിന്നിട്ട 15 മാസങ്ങളിൽ ചെറുത്ത അതേ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ടും തങ്ങൾ ചെറുക്കാൻ ബാധ്യസ്ഥമാണ്. ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ശനിയാഴ്ച നടക്കുന്ന ബന്ദിമോചനം, മറ്റന്നാൾ നടക്കുന്ന ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളാണ്. അത് ഒരു പക്ഷേ ഇന്നിപ്പോ സുരക്ഷാ സമിതി യോഗം ചേരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നെതന്യാഹു തന്നെ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തും. ഇതിൽ ഇസ്രായേലിനെ
പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ബന്ദികളുടെ മോചനത്തിന് വേണ്ടി അവരുടെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ അവർ വ്യാപകമായി തന്നെ പ്രക്ഷോഭവുമായിട്ട് രംഗത്തുണ്ട്. കാരണം ഈ കരാർ ഹമാസുമായിട്ട് തുടരേണ്ടതുണ്ട്. എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടുന്നത് വരെ 2ഉം 3ഉം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായിട്ട് ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ബന്ദികളെ പിന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുമാറുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇനി നീങ്ങരുത് എന്ന അവരുടെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി മാത്രമേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ചിത്രം പുറത്തു വരൂ. സൈഫുദ്ദീൻ, അതിനിടെ ഗസ ബുറൈജ് ക്യാമ്പിന് നേർക്ക് വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അത് എപ്പോഴാണ് സംഭവിച്ചത്? ആൾനാശമോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ MCA? സൈഫുദ്ദീൻ, മധ്യ ഗസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് വ്യോമാക്രമണം നടന്നത്. ഒരു പലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയും മരണപ്പെട്ടതായിട്ട് 2 മരണവും ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ബുറൈജ് മധ്യ ഗസയിലെ ഈ പ്രദേശത്തു നിന്ന് വരുന്നത്. അവിടെ ഇസ്രായേലിന്റെ നേർക്ക് റോക്കറ്റ് തൊടുത്തുവിടാനുള്ള ഒരു നീക്കത്തിനിടെയാണ് തങ്ങൾ അത്തരമൊരു നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ തങ്ങൾക്ക് ആക്രമണം നടത്തേണ്ടി വന്നതെന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നീക്കം പിന്നെ അങ്ങനെ യാതൊരു അർത്ഥത്തിലുള്ള തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയും ഇല്ലാതെ തന്നെയാണ് ഇസ്രായേൽ തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ഈ മധ്യ ഗസയിലെ ബുറൈജ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഹമാസ് നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഇതിനെയും കാണേണ്ടത്. കൂടുതൽ പിന്നെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തങ്ങൾ ജാഗ്രതാപൂർണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ വിഭാഗത്തിന്റെ പിന്നെ അതിന്റെ സംവിധാനം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം ഇപ്പോൾ പോലും കൈറോയിൽ തുടരുകയാണ്. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഈ പിന്നിട്ട ദിവസങ്ങളിൽ തന്നെ നടക്കേണ്ടതായിരുന്നു. അത് ഇതുവരെയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 33 ബന്ദികളെ കൈമാറുന്ന ഒരു ഘട്ടത്തോടു കൂടി അല്ലെങ്കിൽ 42 ദിവസം നീളുന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ ആദ്യ വട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതോടുകൂടി എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച ചിത്രം തികച്ചും അവ്യക്തമാണ്. 2ഉം 3ഉം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ ആ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ട് നടപ്പാകുന്നതോടുകൂടി മാത്രമേ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റവും അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നടപടികളും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നീക്കത്തിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് അല്പം മുമ്പ് ഹമാസ് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ, കുവൈത്തി മാധ്യമപ്രവർത്തക ഫജർ അൽ സയ്യിദിന് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന കേസിലാണ് കോടതി വിധി പറഞ്ഞത്. രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾക്ക് ഹാനികരമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും 1964 21 നമ്പർ ഇസ്രായേൽ ബഹിഷ്കരണ നിയമം ലംഘിച്ചതിന്മേലുമാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരം ഒരു ശിക്ഷ കൈക്കൊണ്ടത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും മാറ്റിവെച്ചു. 8ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സിറ്റിംഗ് മാറ്റിയത്. മാർച്ച് 3 തിങ്കളാഴ്ച രാവിലെ സൗദി സമയം 10 മണിക്കായിരിക്കും അടുത്ത സിറ്റിംഗ്. കേസിന്റെ പബ്ലിക് റൈറ്റ്സുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. വാണിജ്യ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദേശികൾക്കെതിരെ കർശന നിയമം വരുന്നു. കരട് നിയമം തയ്യാറാക്കി കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം. കുവൈത്തിൽ പ്രവാസികൾ ലൈസൻസ് ഇല്ലാതെ ബിസിനസ്സിലേർപ്പെടുന്നത് തടയാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇത് സംബന്ധമായ കരട് നിയമം വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കി. ലൈസൻസ് നേടാതെ പ്രവാസികൾ രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയും. സ്വകാര്യ മേഖലയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന നിക്ഷേപകർക്ക് പിന്തുണ നൽകുന്ന സുതാര്യമായ വിപണിയും സമ്പദ് വ്യവസ്ഥയും സൃഷ്ടിക്കുകയാണ് നിയമത്തിലൂടെ മന്ത്രാലയം ഉദ്ദേശിക്കുന്നതെന്ന് അൽ അൻബ റിപ്പോർട്ട് ചെയ്തു. നിയമവിരുദ്ധമായി വ്യാപാര നാമങ്ങൾ, ലൈസൻസ്, വാണിജ്യ രജിസ്ട്രേഷനുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ കരട് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങളും പ്രചാരണങ്ങളും നിരോധിക്കും. വാണിജ്യ ഉദ്യോഗസ്ഥരെ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടയുന്നതും ശിക്ഷാർഹമാണ്. വാണിജ്യ നിയമലംഘനങ്ങൾ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനായി നിയമപരമായി നിയോഗിച്ച വാണിജ്യ ഉദ്യോഗസ്ഥർക്ക് ജുഡീഷ്യൽ പോലീസ് ഓഫീസറുടെ പദവി നൽകും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനോടൊപ്പം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും കരട് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.
കുറ്റക്കാർക്കെതിരായ അന്തിമ വിധികളും നിയമലംഘനം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിലെ മബേലയിൽ ഉയരുന്ന പുതിയ നഗരമായ സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. സൈറ്റ് തയ്യാറാക്കൽ പൂർത്തിയായിട്ടുണ്ട്. 5 പ്രധാന പാലങ്ങളുടെ നിർമ്മാണം 10% പിന്നിട്ടു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ഒമാൻ വിഷൻ 2040 അനുസരിച്ചുള്ള ദർശന പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനി അധിക നാളില്ല. സുൽത്താൻ ഹൈത്തം നഗരം അതിവേഗം രൂപപ്പെട്ടു വരികയാണ്. ആദ്യഘട്ട നിർമ്മാണം ഷെഡ്യൂൾ ചെയ്തതിൽ നേരത്തെ പുരോഗമിക്കുന്നുണ്ട്. സൈറ്റ് തയ്യാറാക്കൽ പൂർത്തിയായിട്ടുണ്ട്. 5 പ്രധാന പാലങ്ങളുടെ നിർമ്മാണത്തിൽ 10% പുരോഗതിയും കൈവരിച്ചിട്ടുണ്ട്. നഗരത്തിലെ നിയന്ത്രണ കേന്ദ്രത്തിൽ 30% പുരോഗതിയുണ്ട്. അൽവഫ ജില്ലയിൽ ഒരു സെൻട്രൽ പാർക്കിന്റെയും 2569 ഭവന യൂണിറ്റുകളുടെയും ഉദ്ഘാടനമാണ് ഹൈത്തം സിറ്റിയുടെ ആദ്യഘട്ടത്തിലുള്ളത്. വൈവിധ്യമാർന്ന ശൈലിയിലുള്ള 20,000 പാർപ്പിട യൂണിറ്റുകളിൽ 1,00,000 പേർക്ക് താമസൗകര്യമൊരുക്കുന്ന ഹൈത്തം സിറ്റി ഒമാന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. 1.48 കോടി ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നഗരം നിർമ്മിക്കുന്നത്. ഇതിൽ ഏകദേശം 29 ലക്ഷം ചതുരശ്ര മീറ്റർ പ്രദേശവും ഹരിത ഭംഗിക്ക് പ്രാധാന്യം കൊടുത്തുള്ളതായിരിക്കും. ഭാവിയിലെ നിധി എന്ന പേരിൽ ഉയരാനിരിക്കുന്ന ഈ നഗര പദ്ധതി ഒട്ടേറെ പ്രത്യേകതയോടെയും പുതുമകളോടെയുമാണ് യാഥാർത്ഥ്യമാവുക. മീഡിയ 1 മസ്കത്ത്. 2024 പൂർണ്ണ ബജറ്റ് വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ട സൗദി ധനമന്ത്രാലയം 1,27,400 കോടി റിയാലിന്റെ ചെലവാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. 1,25,900 കോടി റിയാലിന്റെ വരവും രേഖപ്പെടുത്തി. ബജറ്റിൽ 11,506 കോടി റിയാലിന്റെ കമ്മിയും രേഖപ്പെടുത്തിയതായി മന്ത്രാലയം അറിയിച്ചു. സൗദി ധനകാര്യ മന്ത്രാലയമാണ് കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ പുറത്തുവിട്ടത്. ബജറ്റ് വിഹിതങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2024 1,37,400 കോടി റിയാലിന്റെ മൊത്തം ചിലവും 1,25,900 കോടി റിയാലിന്റെ മൊത്തം വരവും രേഖപ്പെടുത്തി. 11,506 കോടി റിയാലിന്റെ കമ്മിയാണ് ഇതുവഴി രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന വരുമാന സ്രോതസ്സായ എണ്ണ തന്നെയാണ് പോയ വർഷവും മുന്നിൽ. 75,660 കോടി റിയാൽ. എണ്ണ ഇതര വരുമാനം 50,240 കോടി റിയാലായും ഉയർന്നു. പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചിലവ് രേഖപ്പെടുത്തിയത്, 23,660 കോടി റിയാൽ. എന്നാൽ ഇത് 2023 അപേക്ഷിച്ച് 7% കുറവാണ്. മുനിസിപ്പൽ സേവനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിലാണ് മറ്റു പ്രധാന ചിലവുകൾ രേഖപ്പെടുത്തിയത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈറ്റിൽ സ്വദേശി പൗരന്റെ വധശിക്ഷ റദ്ദാക്കി. വധശിക്ഷ റദ്ദാക്കണമെന്ന അപ്പീൽ പരിഗണിച്ചാണ് കോടതി ശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചത്. വ്യക്തിപരമായ തർക്കത്തെ തുടർന്ന് ഇരയെ കൊന്ന് മരുഭൂമിയിൽ മൃതദേഹം കുഴിച്ചിട്ട കേസിലാണ് പ്രതി വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ടത്. തെളിവ് നശിപ്പിക്കാൻ സഹായിച്ച പ്രതിയുടെ സഹോദരന് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കുവൈറ്റിൽ വാരാന്ത്യ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച രാവിലെ ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 6 മുതൽ 28 കിലോമീറ്റർ വേഗതയിൽ വടക്ക് കിഴക്കൻ കാറ്റടിക്കും. പരമാവധി താപനില 10 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 7 മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. തിരമാലകൾ 1 മുതൽ 4 അടി വരെ ഉയരുമെന്നും അധികൃതർ അറിയിച്ചു. ഷാർജ സഫാരി മാളിൽ റമദാൻ സൂക്ക് പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് പോലീസ് മേജർ ഡോക്ടർ ഉമർ അൽ മർസൂഖി ഉദ്ഘാടനം ചെയ്തു. സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് അടക്കമുള്ളവർ സന്നിഹിതരായി. പൗരാണിക അറേബ്യൻ ശൈലിയിലാണ് റമദാൻ സൂക്ക് ഒരുക്കിയിട്ടുള്ളത്. സൂക്കിൽ പാനീസ് വിളക്കിന്റെ അലങ്കാരങ്ങളും റാന്തലിന്റെ വെട്ടവുമുണ്ട്. പരമ്പരാഗത ശൈലിയിൽ പ്രൗഢിയോടെ ഒരുക്കിയതാണ് സ്റ്റാളുകൾ. അതിൽ നല്ല ഒന്നാന്തരം ഈത്തപ്പഴങ്ങൾ, അത്തറുകൾ, മറ്റനേകം ഉൽപ്പന്നങ്ങൾ. അത്തിപ്പഴം, റൂ അഫ്സ തുടങ്ങിയവ കൂടി ചേരുന്നതോടെ സൂക്കിന് ശരിക്കും അറേബ്യൻ അത്തറിന്റെ സുഗന്ധം. റമദാന്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിലാണ് സൂക്ക് ഉപഭോക്താക്കൾക്കായി സംവദിച്ചിട്ടുള്ളതെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് പറഞ്ഞു. നമ്മൾ എല്ലാ വർഷവും റമദാൻ സൂക്ക് തയ്യാറാക്കാറുണ്ട്. അതിൽ ഇവിടുത്തെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം വ്യത്യസ്തമായ രീതിയിൽ 30 ദിവസവും ഈ റമദാൻ കാലത്ത് ഇവിടെ ആഘോഷങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള കലാപരിപാടിയോടുകൂടി ജീവകാരുണ്യ അറിവുകൾക്കും കുട്ടികൾക്കും വലിയവർക്കുമുള്ള എല്ലാവിധ എൻ്റർടൈൻമെൻറ്റോടു കൂടിയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ സൂക്കിനെ ഇത് പെടുത്തിയിട്ടുള്ളത്.
വിവിധതരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വീട്ടുസാധനങ്ങൾ, അലങ്കാര ചെടികളും മത്സ്യങ്ങളും, തസ്ബീഹ് മാലകൾ, മുസല്ലകൾ തുടങ്ങിയവയെല്ലാം സൂക്കിൽ ലഭ്യമാണ്. ഇതുകൂടാതെ റമദാൻ 30 ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും അരങ്ങേറും. മീഡിയ 1 ഷാർജ. രുചിവൈവിധ്യങ്ങളുമായി ഖത്തർ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയ്ക്ക് തുടക്കം. വിസിറ്റ് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ പാർക്ക് വേദിയിൽ ആരംഭിച്ച മേള 10 ദിവസം നീണ്ടു നിൽക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രുചിവൈവിധ്യങ്ങൾ ഒരിക്കൽ കൂടി ഖത്തറിന്റെ നാവിൻ തുമ്പിലെത്തുകയാണ്. മേളയുടെ 14ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ഉദ്ഘാടന ചടങ്ങിൽ ഖത്തർ ടൂറിസം ചെയർമാൻ സഅദ് ബിൻ അലി അൽ ഖർജി, ഖത്തർ എയർവേസ് ഗ്രൂപ്പ് സിഇഒ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ എന്നിവർ ഉൾപ്പെടെ ഉന്നതർ പങ്കെടുത്തു. 100-ലേറെ പ്രാദേശിക സ്റ്റാളുകൾ, 27 അന്താരാഷ്ട്ര റെസ്റ്റോറന്റുകൾ, കഫേകൾ, വൈവിധ്യമാർന്ന വിനോദ പരിപാടികൾ എന്നിവയോടെയാണ് ഇത്തവണ മേള ആരംഭിച്ചത്. മുൻകാല പതിപ്പുകളെക്കാൾ ഏറ്റവും മികച്ച ഭക്ഷ്യമേളയ്ക്കാണ് രാജ്യം വേദിയൊരുക്കുന്നതെന്ന് വിസിറ്റ് ഖത്തർ പറഞ്ഞു. മേളയോടനുബന്ധിച്ച് കലാപ്രകടനങ്ങൾ, വെടിക്കെട്ട് എന്നിവയും അരങ്ങേറുന്നുണ്ട്. ആദ്യ ദിനത്തിൽ തന്നെ സന്ദർശക സാന്നിധ്യവും ശ്രദ്ധേയമായി. ഖത്തറിന്റെ തനത് രുചികളുമായി പ്രത്യേക മേഖലയും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ശില്പശാല, കിഫ് ജൂനിയേഴ്സ്, കുടുംബ പരിപാടികൾ എന്നിവയും ഇത്തവണത്തെ മേളയെ ആകർഷകമാക്കുന്നു. മീഡിയ 1 ദോഹ. ദുബായ് നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ദുബായ് ലൂപ്പ് എന്ന പേരിൽ തുരങ്കപാത പദ്ധതി പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ 17 കിലോമീറ്റർ തുരങ്കപാത നിർമ്മിക്കാൻ ദുബായ് RTA-യും എലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനിയും കരാർ ഒപ്പുവെച്ചു. ദുബായ് നഗരത്തിന്റെ തിരക്കേറിയ വിവിധ ഭാഗങ്ങളെ തുരങ്കപാതകളിലൂടെ ബന്ധിപ്പിക്കുന്നതാണ് ദുബായ് ലൂപ്പ് പദ്ധതി. ദുബൈയിൽ പുരോഗമിക്കുന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. 17 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കപാതയിൽ 11 സ്റ്റേഷനുണ്ടാകും. തുരങ്കത്തിലൂടെ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനാകും. ഓരോ ലക്ഷ്യസ്ഥാനത്തേക്കും പ്രത്യേക വാഹനങ്ങളായിരിക്കും തുരങ്കത്തിലൂടെ സഞ്ചരിക്കുക എന്നതിനാൽ ഇടയ്ക്ക് മറ്റു സ്റ്റോപ്പുകളിൽ നിർത്തേണ്ടി വരുന്നില്ല എന്നതാണ് പ്രത്യേകത. മണിക്കൂറിൽ 20,000 പേർക്ക് ഈ സംവിധാനത്തിലൂടെ യാത്ര ചെയ്യാനാകും. ദുബൈയിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് തുരങ്കപാത നിർമ്മിക്കാനാണ് RTA ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ ദി ബോറിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടത്. ആഗോള സർക്കാർ ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത ഇലോൺ മസ്ക് പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു. It's going to be like a wormhole. You just wormhole from one part of the city, boom, and you're out in another part of the city, and it's great. So I'm looking forward to this partnership. We're going to join the first trip and the first pod when the pod is completed. Thank you. 2021 അമേരിക്കയിലെ ലാസ് വേഗാസിൽ ദി ബോറിംഗ് കമ്പനി സമാനമായ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ടെസ്ലയുടെ ആസ്ഥാനമായ ടെക്സാസിൽ ഇത്തരം ലൂപ്പിൽ ടെസ്ല സൈബർ ട്രക്കുകൾ സർവീസ് നടത്തുന്ന വീഡിയോയും കമ്പനി പങ്കുവച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. സൗദിയിലെ തണൽ ജിദ്ദയ്ക്ക് കീഴിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഗമം സംഘടിപ്പിച്ചു. 15 വർഷം നീണ്ട സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു പരിപാടി. കേരളത്തിലും ഗൾഫിലുമായി ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സഹായം എത്തിക്കുന്നതാണ് തണൽ ജിദ്ദ. 15 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ സംഘടനയാണ് തണൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക, സമൂഹത്തിലെ വൈകല്യമുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു പരിപാടി. തണൽസ് പാത്വേ എന്ന തലക്കെട്ടിലായിരുന്നു സംഗമം. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യപ്രഭാഷകനായിരുന്നു. തണലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹം വിശദീകരിച്ചു. തണൽ ജിദ്ദ വനിതാ വിങ്ങിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഫസ്ന ഷെരീഫ്, അനീസ ബൈജു, നിഹാല റഹ്മാൻ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ജിദ്ദ ചാപ്റ്റർ പ്രസിഡന്റ് സലീം, കാസിം പന്തിരിക്കര, ഡോക്ടർ ബിൻസി അബ്ദുറഹ്മാൻ, മാജിദ കുഞ്ഞി എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ജിദ്ദ. ഷാനു സമദ് സംവിധാനം ചെയ്ത ബെസ്റ്റി എന്ന മലയാള സിനിമ ഗൾഫിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. അഷ്കർ സൗദാൻ, ഷഹീൻ സിദ്ദീഖ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന സിനിമ മികച്ച മ്യൂസിക്കൽ എന്റർടൈനർ ആയിരിക്കുമെന്ന് സംവിധായകൻ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ 24 കേന്ദ്രങ്ങളിലാണ് ബെസ്റ്റി പ്രദർശിപ്പിക്കുന്നത്. അഡൂർ NRI ഫോറം കുവൈത്ത് ചാപ്റ്റർ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയ ഹൈഡൈൻ ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ ബിജോ പി ബാബു അധ്യക്ഷത വഹിച്ചു. KC ബിജു വാർഷിക റിപ്പോർട്ടും AG സുനിൽകുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. KC ബിജുവിനെ പ്രസിഡന്റായും റോയ് പാപ്പച്ചനെ ജനറൽ സെക്രട്ടറിയായും സുനിൽകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സൈബർ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ചൈനീസ് സംഘത്തെ അറസ്റ്റ് ചെയ്ത് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ ലക്ഷ്യമിട്ടുള്ള വൻ സൈബർ ആക്രമണം സൈബർ ക്രൈം വകുപ്പാണ് തടഞ്ഞത്. തട്ടിപ്പ് നടത്താനായി ബാങ്കുകളെയും ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളെയും അനുകരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ സംഘം അയച്ചിരുന്നതായും അധികൃതർ അറിയിച്ചു. ഹാക്ക് ചെയ്ത ഡാറ്റ വിശകലനം ചെയ്യാൻ നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങളും സാങ്കേതിക മാർഗങ്ങളുമാണ് സംഘം ഉപയോഗിച്ചത്.
മതേതര സമൂഹത്തിന്റെ വീഴ്ചകളാണ് ഇന്ത്യയിൽ ഫാസിസം ശക്തിയാർജിക്കാൻ കാരണമെന്ന് വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് പൂർണ്ണമായും സെക്യുലറാക്കാതെ വർഗീയ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നും ഹമീദ് വാണിയമ്പലം പറഞ്ഞു. സൗദിയിലെ ജിദ്ദയിൽ പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര സമൂഹത്തിന്റെ വീഴ്ചകളിലൂടെയാണ് ഇന്ത്യയിൽ ഫാഷിസം ശക്തിയാർജിച്ചതെന്നും അത്തരം വീഴ്ചകൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറായാൽ മാത്രമേ സാംസ്കാരിക ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് സമാനമാണ്. അതിനാൽ മതേതര ചേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഗുണം ലഭിക്കുന്നത് RSSനാണെന്നും വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിലെ പ്രധാന പ്രായോഗിക തടസ്സം ഇതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ രീതിയിൽ മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് പൂർണ്ണമായും സെക്യുലറാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന പ്രവണത അപകടകരമാണെന്നും ഡൽഹിയിൽ BJPക്ക് വൻ വിജയം സമ്മാനിച്ചത് ഇതുകൊണ്ടാണെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പൊതുശത്രുവിനെ തിരിച്ചറിയാൻ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രവാസി വെൽഫെയർ സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് റഹീം ഒതുക്കുങ്ങൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അഷ്റഫ് പാപ്പിനിശ്ശേരി, സെക്രട്ടറി യൂസുഫ് പരപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സിസ്റ്റർ സലീഖത്ത്, ട്രഷറർ നൌഷാദ് പയ്യന്നൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. മലയാളികളായ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി നസീമാണ് മരിച്ചത്. ബസിന്റെ നിയന്ത്രണം സഹായി ഏറ്റെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. മക്ക മദീന സന്ദർശനത്തിന് ശേഷം 40-ലേറെ തീർത്ഥാടകരുമായി വരുന്ന വഴിയാണ് അന്ത്യം. ഹൃദയാഘാതം മൂലം കണ്ണൂർ സ്വദേശി അബഹയിൽ മരിച്ചു. കണ്ണൂർ പയ്യന്നൂർ കവായി സ്വദേശി ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ നെഞ്ചുവേദനയെ തുടർന്ന് കമീസ് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു. ഇബ്രാഹിം കുട്ടി കഴിഞ്ഞ 25 വർഷമായി കമീസിൽ പർദ്ദ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം കമീസിൽ തന്നെ ഖബറടക്കം. സൗദി ആംബുവിനടുത്ത ഉംജിൽ മലയാളി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. കാരാട് സ്വദേശി CP നൌഫലാണ് മരിച്ചത്. ജോലിസ്ഥലത്ത് വെച്ച് കെട്ടിടത്തിൽ നിന്ന് വീണാണ് മരണം. 15 വർഷമായി സൗദിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സൗദിയിലെ ദമാമിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം താനൂർ ഒഴൂർ സ്വദേശി ഷിഹാബ് പറപ്പാറയാണ് ജോലിസ്ഥലത്ത് വെച്ച് മരിച്ചത്. 38 വയസ്സായിരുന്നു. രാവിലെ ജോലിയിൽ പ്രവേശിച്ച ഷിഹാബ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 10 വർഷമായി സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. മൃതദേഹം ദമാമിൽ സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. റമദാനിൽ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഗൾഫിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ റമദാൻ ഓഫർ പ്രഖ്യാപിച്ചു. കുറഞ്ഞത് 1 കിലോ വരെ പാഴ്സലായി നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്നതാണ് ഓഫർ. റമദാന് മുന്നോടിയായി നാട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ബ്രാഞ്ചുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ABC കാർഗോ അധികൃതർ അറിയിച്ചു. റമദാൻ ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഗൾഫിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ABC കാർഗോ അധികൃതർ പറഞ്ഞു. പ്രിയപ്പെട്ടവർക്ക് കുറഞ്ഞത് 1 കിലോയെങ്കിലും നാട്ടിലെത്തിക്കാൻ കഴിയുന്ന വിധമാണ് കമ്പനിയുടെ റമദാൻ ഓഫർ. റമദാൻ ഓഫർ ഇപ്പോൾ കസ്റ്റമേഴ്സിന് സ്മോൾ പാർസൽസ്, അതായത് 1 kg മുതൽ നമ്മൾ വഴി അയക്കാവുന്നതാണ്. ഈ റമദാൻ അതുപോലെ തന്നെ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഉദ്ദേശിക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് 1 ദിവസം മുന്നേ അവരുടെ സാധനങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. ഗൾഫിലെ മുഴുവൻ ബ്രാഞ്ചുകൾക്ക് പുറമെ ലുലു ശാഖകളിലെ ABC ഔട്ട്ലെറ്റുകളിലും പാഴ്സൽ അയക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് മൈൽ ഡെലിവറീസ് വിതിൻ UAE-ക്കകത്ത്, സെയിം ഡേ ഡെലിവറീസ്, നെക്സ്റ്റ് ഡേ ഡെലിവറീസ്, വിതിൻ 2 hours ഡെലിവറീസ്, ബുള്ളറ്റ് സർവീസ്, ഈ കാറ്റഗറി അനുസരിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസവും ചെയ്തത്. കോളുകൾ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് ഈ കോളുകൾക്കും കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ദുബായ്, അബുദാബി, അലൈൻ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഡെലിവറി അതിവേഗം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരക്കുകളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാൻ തിരക്ക് പരിഗണിച്ച് എല്ലാ ശാഖകളും രാത്രി ഏറെ വൈകിയും തുറന്നു പ്രവർത്തിക്കുമെന്ന് ABC അധികൃതർ പറഞ്ഞു. മീഡിയ 1, ദുബായ്. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഖത്തർ മഞ്ഞപ്പട സംഘടിപ്പിച്ച ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജോപ്പോൾ FC ജേതാക്കളായി. ഒളിമ്പ്യൻ റഹ്മാൻ FCയെ 4-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് കിരീട നേട്ടം. കേരളത്തിലെ ഫുട്ബോൾ ഇതിഹാസ താരങ്ങളുടെ പേരിൽ 10 ടീമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മുൻ ICC ICBF പ്രസിഡന്റ് PN ബാബുരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ലോ കേരള സഭാംഗം റൌഫ് കൊണ്ടോട്ടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
മസ്കറ്റ് സുന്നി സെന്ററും റൂബി അൽ അബീർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഫെബ്രുവരി 15-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മസ്കറ്റ് സുന്നി സെന്റർ മദ്രസയിലാണ് ക്യാമ്പ്. ക്യാമ്പിൽ ജനറൽ വിഭാഗം, കുട്ടികളുടെ ഡോക്ടർ, ദന്ത ഡോക്ടർ തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്ന് സുന്നി സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. കൊയപ്പ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ബാനറുമായി വിദ്യാർത്ഥികൾ. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് ഫ്ലക്സ് ബോർഡും ഫലസ്തീൻ പതാകയും ഉയർത്തി ഐക്യദാർഢ്യം അറിയിച്ചത്. ഫ്രം റിവർ ടു ദ സീ, ഫലസ്തീൻ വിൽ ബി ഫ്രീ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബാനർ. ബഹ്റൈനിലെ അറാദിൽ റെസ്റ്റോറന്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 നില കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മരണം 2ആയി. ബഹ്റൈൻ പൗരനും ബംഗ്ലാദേശ് പൗരനുമാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അറാദിലെ സീഫ് മാളിന് സമീപത്തെ ബഹ്റൈനി റെസ്റ്റോറന്റിലാണ് ദാരുണമായ അപകടമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണു. സിവിൽ ഡിഫൻസ് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അപകടത്തിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു. ബഹ്റൈനി പൗരനായ അലി അബ്ദുള്ള അലി അൽ ഹമീദ്, ബംഗ്ലാദേശ് പൗരനായ ഷൈമോൾ ചന്ദ്രഷിൽ ഒമാനീന്ദ്ര എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിലിനിടയിലാണ് അബ്ദുള്ള അലി അൽ ഹമീദിന്റെ മൃതദേഹം കണ്ടെടുത്തത്. സംഭവത്തിൽ പരിക്കേറ്റ നിരവധി പേരെ കിങ് ഹമദ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും സിവിൽ ഡിഫൻസും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി. അപകടത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് അന്വേഷണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഷാർജ മുബൈല കമേഴ്ഷ്യൽ മേഖലയിലെ റോഡ് നവീകരണം പൂർത്തിയായതായി ഷാർജ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. മാളുകളും ഹൈപ്പവർ മാർക്കറ്റുകളും സ്ഥിതി ചെയ്യുന്ന ഇവിടേക്കുള്ള 2.5 കിലോമീറ്റർ റോഡ് 2 ലൈനായി വികസിപ്പിച്ചു. 330 പാർക്കിംഗ് സ്ഥലങ്ങളും സജ്ജീകരിച്ചു. കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സിഗ്നൽ, 3 ഇടങ്ങളിൽ യു ടേൺ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തി. മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തിയ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ ബഹ്റൈൻ ചാപ്റ്ററിൽ നിന്ന് പങ്കെടുത്ത അർജുൻ രാജ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. സബ് ജൂനിയർ വിഭാഗത്തിൽ ഇഷ ആഷിഖ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരുവരും ബഹ്റൈൻ കേരളീയ സമാജം പാഠശാലയിലെ കണിക്കൊന്ന പഠിതാക്കളാണ്. ഒമാനിലെ 2025 അംബാസിഡേഴ്സ് കപ്പ് ചെസ് ടൂർണമെന്റിൽ മികവ് തെളിയിച്ച ഇന്ത്യൻ സ്കൂൾ മബേല ചെസ് ടീം. ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മബേല സ്കൂൾ സ്വർണ്ണ മെഡൽ നേടിയത്. ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഒമാനിലെ 14 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് 100-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഷാർജയുടെ വിമാന കമ്പനിയായ എയർ അറേബ്യ കഴിഞ്ഞ വർഷം 1.6 ബില്യൺ ദിർഹമിന്റെ ലാഭമുണ്ടാക്കിയതായി കമ്പനി അറിയിച്ചു. 6.63 ബില്യൺ ദിർഹമാണ് എയർ അറേബ്യയുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം. ലാഭത്തിൽ 4%, വരുമാനത്തിൽ 11% വളർച്ച രേഖപ്പെടുത്തി. യാത്രക്കാരുടെ എണ്ണം 12% വർദ്ധിച്ചുവെന്നും കമ്പനി അറിയിച്ചു. ബഹ്റൈനിലെ ഹമദ് ടൗണിൽ നിർമ്മിക്കാനിരുന്ന പുതിയ സെൻട്രൽ മാർക്കറ്റ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു. നിലവിൽ ടെൻഡർ എടുത്ത നിക്ഷേപകൻ പിന്മാറിയതിനെ തുടർന്നാണ് പദ്ധതി നിർത്തിവെച്ചത്. മികച്ച സൗകര്യങ്ങൾ ഉൾപ്പെട്ട പരമ്പരാഗത ശൈലിയിൽ പുതിയ മാർക്കറ്റ് ഒരുക്കാനായിരുന്നു പദ്ധതി. ഇനി ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 23 രൂപ 12 പൈസ, UAE ദിർഹം 23 രൂപ 68 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 75 പൈസ, ഒമാനി റിയാൽ 225 രൂപ 26 പൈസ, കുവൈറ്റ് ദിനാർ 280 രൂപ 93 പൈസ, ബഹ്റൈൻ ദിനാർ 230 രൂപ 13 പൈസ. ഈസ്റ്റ് അവർ പൂർണ്ണമാവുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.